അതുപോലെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത്. നമ്മൾ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പതറേണ്ട ഒരാവശ്യവും. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഈ വൈ നമ്മളെ അലോസരപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ പ്രീച്ച് ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ ഇവരോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പം അവരതിനെ ചോദ്യം ചെയ്യുമ്പം അച്ഛനോടാണോ അല്ലെങ്കിൽ അമ്മയോടാണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ കൊഞ്ഞനം കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെരുമാറുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് പെരുമാറരുത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദ്യം ചെയ്യും. അപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. പിന്നെ ഈ വൈ അങ്ങനത്തെ ചോദ്യം അങ്ങനെ കാര്യങ്ങൾക്ക് മാത്രമല്ല, ചുറ്റും കാണുന്ന എന്തിനെ പറ്റിയും അവർ ചോദിക്കാം. അതിന് നമ്മൾ പ്രൗഡ് ആവുകയാണ് ചെയ്യുന്നത്, നമ്മൾ ഹാപ്പി ആവുകയാണ് ചെയ്യേണ്ടത്. അവരത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നും അവരത് മനസ്സിൽ വെച്ച് ചിന്തിക്കുന്നുണ്ടെന്നും ഉള്ള കാര്യം. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, ചിലപ്പം നമുക്ക് തീരെ ഒട്ടും ലോജിക്കില്ല എന്ന് തോന്നുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കണേ, എന്താ മോൻ അങ്ങനെ ചോദിച്ചത്, അല്ലെങ്കിൽ എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയത്. മോൻ എനിക്ക് എന്താ ചോദിച്ചതെന്ന് മനസ്സിലായില്ല, മോൾ അല്ലെങ്കിൽ മോൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരും. അപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. അപ്പം നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും.